പാലക്കാട് കഞ്ചിക്കോട് IIT-യിൽ വിദ്യാർത്ഥിനി ക്യാമ്പസിനുള്ളിൽ കയറി ആക്രമിച്ച സംഭവത്തിൽ പ്രതിയെ തിരിച്ചറിഞ്ഞു. പ്രതിയെ പോലീസ് കസ്റ്റഡിയിൽ വാങ്ങുമെന്നാണ് പറയുന്നത്. ഷാരിഖ് നവാസ് പാലക്കാട് നിന്ന് അപ്ഡേറ്റ് ചെയ്യും ഈ വാർത്ത. ഷാരിഖ് നവാസ്, ഗുഡ് മോർണിംഗ് പറയും. ഗുഡ് മോർണിംഗ് SKN. 2 ദിവസങ്ങൾക്ക് മുൻപാണ് സേലം സ്വദേശിനിയായ ഈ ആക്രമണത്തിനിരയായ സേലം സ്വദേശിനി അശ്വിനി ചികിത്സ കഴിഞ്ഞ് കോളേജ് ക്യാമ്പസിലെത്തിയത്. അപ്പോഴാണ് വാളയാർ പോലീസ് പ്രതിയുമായുള്ള തിരിച്ചറിയൽ പരേഡ് പൂർത്തിയാക്കിയത്. പ്രതിയെ വിദ്യാർത്ഥിനി തിരിച്ചറിഞ്ഞു കഴിഞ്ഞു. ആക്രമണത്തിനിരയായ വിദ്യാർത്ഥിനി തിരിച്ചറിഞ്ഞു കഴിഞ്ഞു. ഇനി പ്രതിയെ 16-ാം തീയതി പോലീസ് കസ്റ്റഡിയിൽ വാങ്ങും. ഇതിനായുള്ള അപേക്ഷ കോടതിയിൽ നൽകി കഴിഞ്ഞിട്ടുണ്ട്. എന്തായാലും പ്രതിയെ കസ്റ്റഡിയിൽ വാങ്ങിയ ശേഷമായിരിക്കും തെളിവെടുപ്പ് ഉൾപ്പെടെ പൂർത്തീകരിക്കുക. അത്തരം നടപടികളിലേക്ക് പോലീസ് കടക്കും. IIT ക്യാമ്പസിൽ എത്തിച്ചു വേണം പ്രതിയെ തെളിവെടുപ്പ് നടത്താൻ. കാരണം IIT ക്യാമ്പസിനകത്ത് വെച്ചാണ് ഇത്തരത്തിൽ വിദ്യാർത്ഥിനിയെ പ്രതി കൊൽക്കത്ത സ്വദേശിയായ സുമൻ എന്ന പ്രതി തലക്കടിച്ച് വീഴ്ത്തി ആക്രമിച്ചത്. എന്തായാലും ഗുരുതരാവസ്ഥയിൽ ചികിത്സയിലായിരുന്ന കോയമ്പത്തൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിൽ കഴിഞ്ഞിരുന്ന അശ്വിനി 2 ദിവസങ്ങൾക്ക് മുമ്പാണ് കോളേജ് ക്യാമ്പസിൽ തിരിച്ചെത്തിയത്. ഫെബ്രുവരി 23-നായിരുന്നു രാത്രി ഇത്തരത്തിൽ ആക്രമണം നടന്നത്. IIT-യിലെ നിർമ്മാണവുമായി ബന്ധപ്പെട്ടാണ് കൊൽക്കത്ത സ്വദേശി സുമൻ പാലക്കാട് എത്തിച്ചേർന്നത്. ഇതിനിടെയാണ് പ്രതി ഒരു മുൻവൈരാഗ്യമോ മറ്റൊന്നും പ്രകോപനമോ ഒന്നും ഇല്ലാതെ ഇത്തരത്തിൽ പ്രതി അശ്വിനിയെ ആക്രമിച്ചത്. അത്തരത്തിൽ വലിയ ഗുരുതര പരിക്കോടുകൂടിയാണ് അശ്വിനി ഇത്രയും നാള് 3.5 മാസത്തോളം ഇത്തരത്തിൽ ആശുപത്രിയിൽ കഴിഞ്ഞത്. SKN. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.